ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ദീയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്രിലിക് പേപ്പറോ അല്ലെങ്കിൽ നോർമൽ ഐവറി പേപ്പറോ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് 3 ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഒരു ഡാർക്കർ ഷെയ്ഡ് മുതൽ ഒരു ലൈറ്റർ ഷെയ്ഡ് വരെ. ടോപ്പ് പോർഷനിൽ ഞാനൊരു ബേൺ നമ്പറിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ടോപ്പ് പോർഷൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബേൺ നമ്പറും അതിൻ്റെ തൊട്ട് താഴെ ബേൺ സേനയും ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ ദിയയ്ക്ക് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൽ കളേഴ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഞാൻ അധികം കളേഴ്സൊന്നും ഈ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ നേരത്തെ യൂസ് ചെയ്ത ബേൺ നമ്പർ ഷെയ്ഡും ബേൺ സേനയും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് യൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ദിയയുടെ പുറം ഭാഗം ഞാൻ ബേൺ നമ്പർ ഷെയ്ഡും ഉള്ളിലത്തെ പോർഷൻ ഞാൻ ബേൺ സേനയാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ കളർഫുള്ളാക്കാൻ നമുക്ക് കുറച്ചൊരു ബൊക്കെ എഫക്റ്റ് നമുക്ക് ഈ പെയിൻറ്റിങ്ങിന് കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഓറഞ്ചും യെല്ലോയും ഗ്രീനും ഷെയ്ഡും വെച്ചിട്ട് ആ ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു നോർമൽ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് ബൊക്കെ എഫക്റ്റ് ഇങ്ങനെ വട്ടത്തിൽ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ദിയയ്ക്ക് കുറച്ച് ഡീറ്റെയിലിങ്ങും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാർക്ക് പോർഷനിൽ ഞാൻ ബേൺ സിയന ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയത്തെ പോർഷനാണ് നമ്മൾ ആ ഒരു ദിയയുടെ ആ ഒരു തിരി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഫുൾ ഒരു വൈറ്റ് ഷെയ്ഡ് കംപ്ലീറ്റ്ലി കൊടുത്ത ശേഷമാണ് ആ തിരിക്ക് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ചൊരു യെല്ലോ ഷെയ്ഡും അതുപോലെ നമ്മൾ ഈ നമുക്കതിൻ്റെ ഒരുപാട് ഇമേജസ് കിട്ടും കേട്ടോ ദിയയുടെ ഒക്കെ. അപ്പോൾ അതിൽ കുറേ ഡീറ്റെയിലിംഗ് നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചെറിയൊരു ബ്ലൂ കൈൻഡ് ഓഫ് ഒരു ഫ്ലെയിം നമുക്ക് അതിൻ്റെ ഒരു ബോട്ടം പോർഷനിൽ കാണാൻ പറ്റും. അത് ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൊബാൾട്ട് ബ്ലൂ ആണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നമ്മളൊരു എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു അരികത്ത് മാത്രമായിട്ട് ചെറുതായിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വിളക്ക് ഒരു എയറിൽ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അതിന് നമുക്കൊരു പ്ലേസ്മെൻറ്റ് കൊടുക്കണം. ചെറിയൊരു ഷാഡോയും ചെറിയൊരു ബേസ്മെൻറ്റും കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഡാർക്ക് ബേൺ നമ്പർ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും കൂടെ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഈ വിളക്ക് കത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രകാശം താഴെ വീണ് കിടക്കും. അപ്പോൾ അതിന് വേണ്ടി ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ കുറച്ച് വൈറ്റും കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ റിഫ്ലക്ഷൻ നമുക്ക് ആ ഒരു ബോട്ടം പോർഷനിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോർഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.